തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ മിസ്റ്റർ നഥാനിയലും സാൾട്ടണും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദം തിടുക്കത്തിൽ അവിടേക്ക് കടന്നു വന്നു. എന്തെങ്കിലും വാർത്തയുണ്ടോ? മുത്തച്ഛൻ നിസ്സംഗഭാവത്തിൽ ചോദിച്ചു. 4 എണ്ണം. എന്ത് 4 എണ്ണമാണ്? അമ്പരപ്പോടെ നഥാനിയൽ ആരാഞ്ഞു. പാമ്പുകൾ. ഗ്രില്ല് ചെയ്തെടുത്ത ഒരു ഇറച്ചി കഷ്ണം കുത്തിയെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് ആദം മറുപടി പറഞ്ഞു. 4 പാമ്പുകളോ? കുഞ്ഞേ, ആദം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കീരിയാണ് താരം, ആദം തുടർന്നു. വെളുപ്പിന് 3 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെയും കൊണ്ട് പുറത്തേക്ക് പോയതാണ്. ഒരു പ്രഭാതത്തിൽ തന്നെ 4 പാമ്പുകളോ? ഹോ, ബ്രോയിൽ ഇത്രയധികം പാമ്പുകൾ വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പടിഞ്ഞാറൻ താഴ്വരയുടെ പേര് ബ്രോ എന്നായിരുന്നു, നഥാനിയൽ തുടർന്നു. ഇന്നലെ രാത്രിയിലെ നമ്മുടെ സംഭാഷണങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? അത് ശരിയാണ് സാർ. എന്നാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണെന്ന് പറയാനും കഴിയില്ല. പക്ഷേ ദൈവം എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായി ഭവിക്കട്ടെ. ലാംഡൺ സർപ്പത്തെ പോലെയുള്ള ഒരു രാക്ഷസരൂപിയെ പിടികൂടാനാകുമെന്നൊന്നും നീ കരുതുന്നില്ലല്ലോ? ഇനി അത്തരമൊരു രാക്ഷസ സർപ്പത്തെ കൊല്ലാൻ മാത്രം കരുത്തുള്ള ഒരു കീരി ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിനൊരു വൈക്കോൽ തുറുവിനേക്കാളും വലിപ്പമുണ്ടായിരിക്കണമല്ലോ. സർ, ഇതെല്ലാം വെറും സാധാരണ പാമ്പുകളാണ്. ഏറിയാൽ ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെ വലിപ്പമേ അതിനുണ്ടാകൂ, ആദം വ്യക്തമാക്കി. വളരെ നല്ലത്. ചെറുതായാലും വലുതായാലും ആ ജീവികളെ ഈ പ്രദേശത്തു നിന്നും ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. എനിക്കുറപ്പുണ്ട് ഈ കീരി ഒന്നാന്തരം തന്നെയെന്ന്. ഇവൻ നമ്മുടെ പരിസരത്തുള്ള സകലമാന പാമ്പുകളെയും കാലപുരിക്കയക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, സാൾട്ടൺ അഭിപ്രായപ്പെട്ടു. ആദം തൻ്റെ പ്രഭാത ഭക്ഷണം സാവധാനം അകത്താക്കി. ഏതാനും പാമ്പുകളെ ഈ പ്രഭാതത്തിൽ കൊലപ്പെടുത്താനായത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞയുടൻ തന്നെ ആദം അയാൾക്കായി മുത്തച്ഛൻ ഒരുക്കിയിരുന്ന റീഡിംഗ് റൂമിലേക്ക് പോയി. അയാൾ തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സാൾട്ടണും നഥാനിയലും മനസ്സിലാക്കി. കാരണം അന്ന് വൈകുന്നേരം അയാൾ മെഴ്സി ഫാമിലേക്ക് നടത്താനിരിക്കുന്ന യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അത്താഴത്തിനും ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് മാത്രമാണ് മിസ്റ്റർ സാൾട്ടണും മിസ്റ്റർ നഥാനിയലും ആദവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത്. സ്മോക്കിംഗ് റൂമിലേക്ക് അയാൾ സാവധാനം നടന്നു വരുമ്പോൾ നഥാനിയലും സാൾട്ടണും അത്താഴം കഴിക്കുന്നതിനുള്ള വേഷം ധരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും കൂടുതൽ കാത്തിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്, ആദം പറഞ്ഞു. കാര്യങ്ങളെ രസാവഹമാക്കുന്നതിനു വേണ്ടി മുത്തച്ഛൻ ചോദിച്ചു. എന്ത് കാര്യത്തെക്കുറിച്ചാണ്? മുത്തച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ യുവാവിൻ്റെ മുഖത്ത് ലജ്ജാഭാവം നിഴലിച്ചു. വാക്കുകൾ പുറത്തേക്ക് വരാനാകാതെ ഒരു വിമ്മിട്ടം തുടക്കത്തിൽ അനുഭവപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ സ്വാഭാവികതയിലേക്ക് അയാൾ തിരിച്ചു വരികയും കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. എൻ്റെ മെഴ്സി ഫാം സന്ദർശനത്തെക്കുറിച്ച് തന്നെ. കൊച്ചുമകൻ്റെ വിവരണത്തിനായി മുത്തച്ഛൻ അക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ വിദഗ്ധനായ ഒരു നയതന്ത്രജ്ഞൻ്റെ ചാരുതയോടെ നഥാനിയൽ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. വാട്ട്ഫോർഡ് കുടുംബത്തെക്കുറിച്ച് അറിയുന്നതിന് ഇന്നലെ ഞാൻ കൂടുതൽ താല്പര്യം കാണിച്ച കാര്യം നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ബോധ്യമുള്ള കാര്യമാണല്ലോ. ആദം ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ഹൃദ്യമായിട്ടൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. ആദം തുടർന്നു. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നതിനെ ആത്മാർത്ഥതയോടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എൻ്റെ മുത്തച്ഛനും എൻ്റെ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗവുമാണ്. ഒരു പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ തന്നെയാണ് അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളത്. ആദം ഇത്രയും സംസാരിച്ചത് സാൾട്ടൻ്റെ മുഖത്ത് നോക്കിയാണ്. അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. തുടർന്ന് അയാൾ നഥാനിയേലിൻ്റെ മുഖത്തേക്ക് നോക്കി. സർ, എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിൽ നിന്നും എനിക്ക് ലഭിക്കാവുന്ന സ്നേഹവാത്സല്യങ്ങളുടെ അത്രയും അളവിൽ തന്നെയാണ് അങ്ങ് എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദമിൻ്റെ വാക്കുകൾ ഇടറിത്തുടങ്ങിയിരുന്നു. നഥാനിയേൽ തൻ്റെ കൈ ആദമിൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് പറഞ്ഞു. നീ പറഞ്ഞതെല്ലാം ശരിയാണ് കുട്ടി. നീ എല്ലാ കാര്യങ്ങളെയും ശരിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ വൃദ്ധരായിരിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമില്ല. നിന്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നു. അതെത്രമാത്രം സന്തോഷമാണ് ഞങ്ങൾക്ക് പകർന്നു തരുന്നതെന്നോ. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതുതന്നെയാണെന്ന് ബോധ്യമായ ആദം തിടുക്കത്തിൽ തന്നെ വിഷയത്തിലേക്ക് വന്നു. മിസ്റ്റർ വാട്ട്ഫോർഡ് വീട്ടിലെത്തിയിരുന്നില്ല. എന്നാൽ മെഴ്സി ഫാമിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ മിമയും ലില്ലയും അവിടെ ഉണ്ടായിരുന്നു. അവർ എന്നെ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണെന്നോ സ്വീകരിച്ചത്. മുത്തച്ഛനെ അവരെല്ലാം എത്രമാത്രമാണ് ബഹുമാനിക്കുന്നതെന്ന് ഞാൻ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അതെന്തു തന്നെ ആയിരുന്നാലും ശരി, ആ കുടുംബത്തെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി എന്നത് ശരി തന്നെയാണ്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ്റ്റർ കാസ്വാൾ തൻ്റെ നീഗ്രോ പരിചാരകനോടൊപ്പം അവിടേക്ക് എത്തിയത്. ലില്ലയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ഫാമിലെ സന്ദർശക മുറിയുടെ ജനാലകൾ വളരെ വലുതായിരുന്നതിനാൽ ആ മുറിയിലിരിക്കുന്ന ആർക്കും തന്നെ ഫാമിലേക്ക് പ്രവേശിക്കുന്നവരെ കാണാനാകും.
തലേ ദിവസത്തെ സ്വീകരണ ചടങ്ങിൽ പെരുമാറിയതിനേക്കാൾ കൂടുതൽ അനൗപചാരികമായി, കൂടുതൽ സൗഹൃദത്തോടെയും അടുപ്പത്തോടെയും തൻ്റെ കുടിയാന്മാരുമായി സംസാരിക്കുന്നതിനായിട്ടാണ് താൻ എത്തിയതെന്ന് അയാൾ മുഖവരിയായി വ്യക്തമാക്കുകയും ചെയ്തു. പെൺകുട്ടികൾ തങ്ങളാൽ ആകും വിധം സന്തോഷത്തോടെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. ആ പെൺകിടാങ്ങൾ സുന്ദരികളും ആതിഥ്യമര്യാദ പുലർത്തുന്നവരുമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ആ പെൺകുട്ടികളിൽ ആരുമായിട്ടായാലും ജീവിതം ചിലവഴിക്കാൻ കഴിയുന്ന പുരുഷൻ അയാൾ ആരായിരുന്നാലും എത്ര ഭാഗ്യവാനാണെന്ന് പറയേണ്ടതില്ലല്ലോ. ആദം, ആ പുരുഷൻ നീ തന്നെയാണെങ്കിലോ? സാൾട്ടൻ സന്തോഷത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ആ യുവാവിൻ്റെ കണ്ണുകൾ ശോകമൂകമായി. കത്തിജ്വലിച്ചിരുന്ന ആ കണ്ണുകളിലെ അഗ്നി അണഞ്ഞുപോയിരിക്കുന്നതായിട്ടാണ് മുത്തച്ഛൻ അനുഭവപ്പെട്ടത്. മാത്രവുമല്ല, അയാളുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം നഷ്ടപ്പെടുകയും ശബ്ദം വിഷാദാത്മകമാവുകയും ചെയ്തു. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതെൻ്റെ ഭാഗ്യം തന്നെയാണ് മുത്തച്ഛ. എന്നാൽ അതിലേക്കെത്തുന്നതിനായി ഞാൻ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരുമെന്ന് നിശ്ചയമാണ്. കഠിനമായ വേദനകളിലൂടെ തന്നെ എനിക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിൽ ആ പരിശ്രമം നേരത്തെ തന്നെ തുടങ്ങാമല്ലോ, സർ നഥാനിയേൽ സന്തോഷത്തോടെ തുറന്നു പറഞ്ഞു. ആ യുവാവ് തൻ്റെ കണ്ണുകളെ മിസ്റ്റർ നഥാനിയേലിൻ്റെ മുഖത്തേക്ക് തിരിച്ചു വെച്ചു. ആ കണ്ണുകളിൽ സങ്കടം അലയടിക്കുന്നുണ്ടായിരുന്നു. ആ വൃദ്ധന്മാരാകട്ടെ അനുതാപപൂർവം അത് നോക്കിയിരുന്നു. നിങ്ങളുടെ ഈ സ്നേഹവും വാത്സല്യവും ഇന്നലെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ അതെന്നിൽ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും കൂടുകൂട്ടുന്നതിന് സഹായകമാകുമായിരുന്നു. എന്നാൽ ആ സമയത്തിന് ശേഷം ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യഹൃദയത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ആ ജ്ഞാനവൃദ്ധൻ യുവാവുമായി ഇതുപോലുള്ള ഏറെ വൈകാരികമായ വിഷയത്തിൽ ഒരു വാഗ്വാദത്തിന് തയ്യാറായില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു. ആദം, നീ നിരാശനാകാതെ മുന്നോട്ടു പോകൂ. അല്പം പോലും വിട്ടുകൊടുക്കുന്ന പ്രകൃതമല്ല എൻ്റേത്. ഉറച്ച ശബ്ദത്തിലാണ് ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞത്. അയാൾ തുടർന്നു. എല്ലാറ്റിനും പുറമെ സത്യം കണ്ടെത്തുകയെന്നത് ബുദ്ധിപരമായ നീക്കവുമാണ്. ഒരു മനുഷ്യന്, അതും എന്നെപ്പോലെ യുവാവായ ഒരു മനുഷ്യന് ഇന്നലെ സംഭവിച്ചതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ, അതായത് ഞാൻ മിമയുടെ കണ്ണുകളിലേക്ക് ആദ്യമായി നോക്കിയ ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ഹൃദയം അവളുടെ അടുത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനേക്കാൾ കൂടുതലായി യാതൊന്നും ഇനി അറിയേണ്ടതില്ല. എൻ്റെ ഹൃദയം എല്ലാം അറിഞ്ഞിരിക്കുന്നു. സന്ധ്യയുടെ ചുവപ്പൻ പ്രകാശം തള്ളിക്കയറി വന്നിരുന്ന ആ മുറിയിൽ ഏറെ നേരം നിശബ്ദത പരന്നു. ആ നിശബ്ദതയെ ഭഞ്ജിച്ചത് ആദം തന്നെയായിരുന്നു. മുത്തച്ഛ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അതീന്ദ്രിയമായ ഉൾക്കാഴ്ചയും ഭാവി പ്രവചനവും സാധ്യമായിരുന്നതായി ഓർക്കുന്നുണ്ടോ? അങ്ങനെയൊന്നിനെക്കുറിച്ച് ഞാനൊരിക്കലും കേട്ടിട്ടില്ല. ആട്ടെ, നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം? എന്നാൽ എനിക്ക് അങ്ങനെയൊരു ശക്തിവിശേഷം ഉണ്ടോ എന്നൊരു സംശയം. എങ്ങനെ? തെളിച്ചു പറയൂ. ആ പ്രായം ചെന്ന മനുഷ്യൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അനുഭവപ്പെടുന്നത് അസാധാരണമായ ചില സംഭവങ്ങൾ മാത്രമാണ്. ഹെബ്രൈറ്റ്സ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഇത്തരം വിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തിയ ഓസ്ട്രേലിയൻ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ ജീവിതം ഒരിക്കൽ ജീവിച്ചു തീർത്തതാണെന്നും ഇപ്പോഴത്തേത് ഒരു രണ്ടാം ജന്മമാണെന്നുമുള്ള വിശ്വാസം എന്നിൽ രൂഢമാകുന്നു. പല സംഭവങ്ങളും ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതുപോലെ അനുഭവപ്പെടുന്നു. വിധിയുടെ നാളുകളെക്കുറിച്ചും എൻ്റെ ബോധമനസ്സിൽ നിന്ന് എന്തെല്ലാമോ തെളിഞ്ഞു വരുന്നു. നഥാനിയേലിൻ്റെ കാർക്കശ്യവും മാധുര്യവും ഇടകലർന്ന ശബ്ദം ആദമിൻ്റെ സംസാരത്തെ തടസ്സപ്പെടുത്തി. അപ്പോൾ ഒരു പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതില്ലേ? എല്ലാ അർത്ഥത്തിലും ഒരു പോരാട്ടം അനിവാര്യമാണ്. പക്ഷേ വിധിയുടെ കാര്യം, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അതെ, ഒരു ശക്തമായ പോരാട്ടം അനിവാര്യമായിരിക്കുന്നു. അത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ചെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു പോരാട്ടം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ അതെങ്ങനെ ചെയ്തു തീർക്കാനാകും എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ആദം, നമ്മൾ 3 പേർ ഇപ്പോൾ തന്നെ ഇല്ലേ? ഇത് പറയുമ്പോൾ സാൾട്ടൻ തൻ്റെ സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ പ്രകാശിക്കുന്നത് അദ്ദേഹത്തിന് കാണാനായി. ശരിയാണ്, നമ്മൾ 3 പേരുണ്ട്, നഥാനിയേൽ പ്രതികരിച്ചു. വീണ്ടും അല്പനേരത്തേക്ക് നിശബ്ദത ഉടലെടുത്തു. ആ നിശബ്ദതയെ ഭഞ്ജിച്ചത് ഇത്തവണ നഥാനിയേലാണ്. അദ്ദേഹം വികാരവായ്പോടെ തുടർന്നു. ആദം, ഇന്നലത്തെ കൂടിക്കാഴ്ചയിലേക്ക് തിരിച്ചു വരൂ. ഇക്കാര്യത്തിൽ നാം 3 പേരും തുല്യമായ പങ്കാളികൾ തന്നെയാണെന്ന് നീ ഓർക്കണം. നാം നടത്താനിരിക്കുന്നത് നന്മകൾക്കായുള്ള പോരാട്ടമാണ്. അങ്ങനെ വരുമ്പോൾ പരാജയപ്പെടാനുള്ള ഒരവസരവും നാമായിട്ടുണ്ടാക്കിയെടുക്കരുത്. സമയം പാഴാക്കാനില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്. നാം ഒരു പോരാട്ടത്തിൻ്റെ തുടക്കത്തിലാണ്. പരാജയപ്പെടാനുള്ള ഒരവസരവും നാം ശത്രുവിന് നൽകാൻ പാടില്ല. ഇത് ജയിക്കാനായിട്ടുള്ള യുദ്ധമാണ്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. തൻ്റെ വൈകാരികത നിറഞ്ഞ സംഭാഷണം ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും സ്വാഭാവികമായും അയാൾ തുടർന്നു. കാസ്വാൾ അകത്തേക്ക് കയറി സോഫയിലിരിക്കുമ്പോഴും അയാളുടെ ഭൃത്യനായ നീഗ്രോ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു.
ഏത് സമയത്ത് വേണമെങ്കിലും തൻ്റെ യജമാനൻ തന്നെ വിളിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതാവശ്യത്തിനും താൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് നീഗ്രയുടെ നിൽപ്പ്. മീമ പെട്ടെന്ന് തന്നെ എല്ലാവർക്കുമുള്ള ചായയുമായി എത്തി. ഞങ്ങളെല്ലാവരും ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് സാധാരണമല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായോ? നിങ്ങൾ സൗഹൃദത്തോട് തന്നെയല്ലേ പെരുമാറിയത്? നദാനിയേൽ ശാന്തനായി ചോദിച്ചു. അതെ, തീർത്തും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം തന്നെ. എന്നാൽ ആദമൊന്ന് നിർത്തി. അയാളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. പിന്നീട് പുറത്തേക്ക് വന്ന വാക്കുകൾ വികാരപരമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകൾ ലില്ലിയുടെ ശരീരത്തിൽ തന്നെ തറഞ്ഞു നിന്നു. അവളെ പ്രിയപ്പെട്ടവളായി കാണുന്ന ഏതൊരു മനുഷ്യനും അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു ആ നോട്ടം. അത്തരമൊരു അനൗചിത്യമല്ലാതെ മറ്റൊന്നും തന്നെ അയാളിൽ നിന്നും ഉണ്ടായില്ല. അയാളുടെ തുറിച്ചുനോട്ടത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? നദാനിയേൽ ചോദിച്ചു. പ്രത്യക്ഷത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നത്തില്ലെങ്കിലും അയാളുടെ തുറിച്ചുനോട്ടത്തിലെ വൈകൃതം വെളിപ്പെടുത്തും വിധമായിരുന്നു അയാളുടെ ശരീരപ്രകൃതം. നീയും ലില്ലയും ആ തുറിച്ചുനോട്ടം നേരിട്ടറിഞ്ഞു. മിസ്റ്റർ കാസ്വാൾ ഇവിടെ കടന്നുകയറ്റക്കാരനാണ്. അയാളും നിങ്ങളുടെ ഭാവങ്ങൾ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ആട്ടെ, ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച മറ്റാരെങ്കിലുമുണ്ടോ? മിമയുണ്ട്. അയാളുടെ നോട്ടം അവളെ കോപാകുലയാക്കിയെങ്കിലും അവൾ അത് അടക്കിപ്പിടിച്ചു. ആട്ടെ, അയാളുടെ ആ തുറിച്ചുനോട്ടത്തെ നമുക്ക് ഏത് ഗണത്തിൽപ്പെടുത്താനാവും? ഞാൻ ഉദ്ദേശിച്ചത്, അയാളുടെ നോട്ടം കാമാന്ധതയോടുള്ളതായിരുന്നോ, അതോ സൗന്ദര്യ ആരാധന ദ്യോതിപ്പിക്കുന്നതായിരുന്നുവോ? അതുമല്ലെങ്കിൽ ഒരു കാമുകന് തൻ്റെ കാമുകിയോട് തോന്നുന്ന ആരാധനയുടെ ഭാഗത്തായിരുന്നുവോ? അതുമല്ലെങ്കിൽ കാമുകനാകാൻ കുതിക്കുന്ന ഒരു യുവാവിൻ്റെ പ്രതികരണമായിരുന്നുവോ? നിനക്ക് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും സാർ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് അയാൾ നോക്കിയതെങ്കിൽ എനിക്കത് പെട്ടെന്ന് തന്നെ ബോധ്യമായേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോയേനെ. എന്നാൽ ഇത് അങ്ങനെയല്ല. ഒരുതരം സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് തോന്നിയ വെറും താല്പര്യം മാത്രമായിരുന്നില്ല അതെങ്കിൽ ദുർബലരായ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നുവോ അത്? ആ പ്രവൃത്തിയുടെ ആകെയുള്ള പ്രകടനം എന്തായിരുന്നു? നദാനിയേൽ ചോദിച്ചു. ആദം ദയാപൂർവം ആ വൃദ്ധനെ നോക്കി ചിരിച്ചു. സർ, ഇല്ല, ഒരിക്കലും അത് കൗതുകം കൊണ്ടുള്ള നോട്ടമായിരുന്നില്ല. അതങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണല്ലോ നാം പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ തുറിച്ചുനോട്ടമെങ്കിൽ അയാളെപ്പോലെ തന്നെ ഞാനും അതേ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനും അപരാധിയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രതിഷേധം ഉയർത്തേണ്ടതില്ല. അതുമാത്രവുമല്ല, എല്ലാ പ്രവൃത്തികളും അതിൻ്റേതായ ധാർമ്മിക ബോധത്തോടെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും നാളിതുവരെ ശീലിച്ചിട്ടുള്ളതും. ഒരാൾ എൻ്റെ ശത്രുവാണെങ്കിൽ പോലും അയാൾ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതേപോലെ തന്നെയല്ലേ ഞാനും അയാളോട് പെരുമാറേണ്ടത്? ഇല്ല, അയാളുടെ തുറിച്ചുനോട്ടത്തിൻ്റെ ആന്തരികാർത്ഥം അതൊന്നും ആയിരുന്നില്ല. അക്കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനാവും. ആ പ്രവൃത്തി ഒരിക്കലും ശുദ്ധ മനസ്സിൻ്റേതായിരുന്നില്ല സർ. അങ്ങ് എപ്പോഴെങ്കിലും വേട്ടപ്പട്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? അത് വിശ്രമിക്കുന്ന സമയത്താണോ? ഒരിക്കലുമല്ല സാർ. വേട്ടപ്പട്ടി തൻ്റെ ഇരയെ നിരീക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ വേട്ടയാടുന്ന സമയത്ത്, തൻ്റെ ഇരയെ കീഴ്പ്പെടുത്താനായി ശ്രമിക്കുന്ന വേളയിലുള്ള അവൻ്റെ കണ്ണുകൾ ഇരയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ. ഇല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തുറന്നു പറയൂ. സർ, ആ നോട്ടം ഒരിക്കലും സൗഹൃദപരമായിരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വേട്ടപ്പട്ടി തൻ്റെ ഇരയെ കീഴ്പ്പെടുത്താനായി നോക്കുന്നത് പോലെ തന്നെയായിരുന്നു. അതാണ് എന്നെ അമ്പരപ്പിച്ചത്. ആ നോട്ടം അപകടകാരിയായ ഒരു ജന്തുവിൻ്റെ നോട്ടം തന്നെയായിരുന്നു. പ്രത്യക്ഷത്തിൽ അത് അത്രമാത്രം അപകടകാരി ആയിരുന്നില്ലെങ്കിലും അതിൻ്റെ ഉള്ളടക്കം അങ്ങനെ തന്നെയായിരുന്നു. വീണ്ടും അവർക്കിടയിൽ അശുഭകരമായൊരു നിശബ്ദത പടർന്നു. കുറേ സമയം അത് നീണ്ടുനിന്നു. അതിനെ ഭഞ്ജിച്ചുകൊണ്ട് നദാനിയേൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യത്തെക്കുറിച്ച് നാം വീണ്ടും ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം.